ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of our Lord and Savior Jesus Christ be glorified. ബ്രദർ വിജയ് മോഹൻ, സിസ്റ്റർ ജമീമ വിജയ് മോഹൻ എന്നീ ദൈവദാസരെ 7/8/2020 വിമാനാപകടത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു. Brother Vijay Mohan and Sister Jemima Vijay Mohan were miraculously saved by Jesus Christ from a plane crash which happened on 7/8/2020. ആ അത്ഭുത സാക്ഷ്യത്തെ കുറിച്ച് നമുക്ക് നേരിട്ട് കേൾക്കാം. We are going to listen to that miraculous testimony. മരണത്തിന്റെ താഴ്വരയിലും യേശു കൂടെ ഉണ്ട്. Jesus saved them even from the valley of the shadow of death. യേശു കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ല. If Jesus is there for you, there is nothing to be afraid of. സഹയാത്രികർ അനേകർ മരിച്ചു. So many co-passengers lost their life. അനേകർ ഇന്നും ചികിത്സയിലുണ്ട്. Even many are still undergoing treatment. ആ ഭയാനകമായ രാത്രിയിൽ നിലവിളികളുടെ മധ്യേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തന്റെ പ്രിയ ഭക്തരെ വിടുവിച്ചു. On that particular night, when there was the shadow of darkness, the angel of the Lord descended and helped them. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഇനിയും ഘോഷിപ്പാൻ ആയുസ്സും ആരോഗ്യവും കൊടുത്ത ദൈവത്തെ സ്തുതിക്കുന്നു. We praise God for giving them long life and protecting their life so that they can be a testimony. ഈ യൂട്യൂബ് ചാനലിലേക്ക് ഇരുവരെയും ഹാർദവമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. We would like to invite them to this particular YouTube channel. ആമേൻ. ബ്രദർ വിജയ് മോഹൻ. മഹോന്നതനായ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് I would like to give all glory and honor to our God, Jesus Christ. ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. Yes, I would like to offer my welcome to each and every person who is listening to this broadcast. ഞങ്ങൾക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാനിടയായതിനാൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. We'd like to glorify God because whatever happened in our life is for the greater glory of the gospel. ഈ ദൈവത്തെ അറിഞ്ഞനുസരിപ്പാൻ ഇടയായ സാക്ഷ്യത്തിൽ നിന്ന് ആരംഭിച്ച് വിമാന അപകടത്തിലുണ്ടായ അനുഭവങ്ങളും തുടർന്ന് വിവരിപ്പാൻ ആഗ്രഹിക്കുന്നു. I would like to initially touch upon how I got saved, and from there I will continue to how God miraculously escaped me and my wife from that plane crash. ദൈവം ആരെന്നറിഞ്ഞ് അനുസരിക്കുന്ന ഒരു പ്രായമുള്ള ഒരിക്കൽ മാത്രം കണ്ട നമ്പൂതിരിപ്പാടിൽ നിന്ന് ആരംഭിച്ചു. I started from a traditional family from another religion. തുടർന്ന് മറ്റ് ദൈവത്തെ അറിയുന്നവരോടുകൂടി ഇടപഴകി ജീവിച്ചതിന്റെ ഒടുവിലായിട്ട് Then as a result of me mingling with other people who knew the true living God, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനമുള്ളൂ എന്നും പാപമോചനം പ്രാപിച്ചാൽ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നും മരണഭയം മാറുമെന്നും. Yes, I understood that from my other friends, other Christian friends. I understood that the sins of mankind has to be forgiven, and only through the redemption of our sins we will be able to attain eternity. I learned that from my friends. നാളുകൾക്ക് ശേഷം ഈ സത്യം വിശ്വസിക്കുവാനും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ ഇടയായപ്പോൾ എന്റെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭ്യമായെന്നുള്ള ഉറപ്പ് ലഭിച്ചു. After a long time, when I really began to apply this true knowledge that the redemption of sins is possible through Jesus Christ, I repented of my sins and I became a new person. സമ്പൂർണമായ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക മാത്രമല്ല, ദൈവം ആരെന്ന് അറിയുവാനും മരിച്ചാൽ സ്വർഗം പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് ലഭ്യമാകുവാനിടയായി. Not only that, there was a radical change in my life and lifestyle, but also I got an assurance that even if I die, I will have eternal life through Jesus Christ. ഈ അത്ഭുത സത്യം അന്നു മുതൽ പറഞ്ഞു മുന്നേറുവാൻ ഇടയായതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകാരോടും വിവിധ രാജ്യക്കാരോടും പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. From those times, I used to preach the gospel. And because of that, I've been able to share the gospel across many states across India. അതുമാത്രമല്ല, ഞങ്ങളിലൂടെ സുവിശേഷം കേട്ടവരെ ഡയറിയിൽ എഴുതി വെച്ച്
ആഴ്ചയും മാസവും വർഷവും വരുമ്പോൾ തിരിഞ്ഞു നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അഡ്രസ്സ് തന്നവരുടെ ഭവനങ്ങളിൽ നാളുകൾ കഴിഞ്ഞാലും സന്ദർശിച്ച് വീണ്ടും സുവിശേഷം പങ്കിടുവാനും സാധിക്കുന്നു. Not only that, I have a habit of earnestly praying for whomsoever I was able to share the gospel. Not only that, I used to record their names and addresses in my diary, and I used to constantly pray for them. ദൈവം ആരെന്നറിഞ്ഞ് അനുസരിക്കുന്നവർ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിൽ ഇതിന്റെ മധ്യം മുന്നേറിക്കൊണ്ടും ഇരിക്കുന്നു. I am also concentrating on a congregational approach so that I can share the gospel. ഇതിന്റെ മധ്യത്തിൽ മരത്തിന് മുകളിൽ നിന്ന് വീണ് ശരീരം തളർന്ന ഒരു മോഹൻ നായർ എന്ന യുവാവിനെ പരിചയപ്പെടുവാനിടയായി. In the midst of this, I was able to get in acquaintance with a person called Mohan Nair, and he tragically had an accident, and he was paralyzed from. അദ്ദേഹവും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന പാപക്ഷമാവ് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായി തന്റെ വളരെ വിഷമകരമായ സാഹചര്യത്തിൽ ജീവിക്കുകയായിരുന്നു. Even this person, he had found Jesus Christ, and he had repented of his sins, and he was still struggling because of this infirmity or disease. എന്നാൽ അദ്ദേഹത്തിന് താമസിപ്പാൻ ലഭ്യമായ ചെറിയൊരു മുറി ഉള്ള ഭവനത്തിൽ കേരളത്തിലുടനീളമുള്ള ഇതുപോലെ തളർന്നവരെ ഒരുമിച്ച് പോയി കാണുകയും സന്ദർശിക്കുകയും ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് താമസിപ്പിച്ച് മുന്നേറുകയും ചെയ്യുന്നു. Yes, I'm also involved in such ministry where I go and minister to people who are in similar conditions, especially people who are paralyzed, and I'm happy to say that I'm able to continue in this ministry. ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം അവർ ദൈവത്തെ അറിയുവാനും ചെറിയ കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിപ്പാനും ചിലർ തിരിച്ചു ഭവനങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. Some of these people, they are still able to do some rehabilitative works, or they are doing some vocational training which will help them in the life. 12 പേർ മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നുള്ളൂ എങ്കിലും പുതിയ കെട്ടിടത്തിന്റെ പണി തീർന്നാൽ 13 പേരെ കൂടി താമസിപ്പാൻ സാധിക്കും. Right now in our facility there are 12 people who are staying there. Then once we start construction of a new building, we'll be able to accommodate 13 more people who have similar illnesses. അനേകർ വന്ന് താമസിപ്പാൻ ഇപ്രകാരം ഉയർച്ച പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പരിമിതി കാരണം വളരെ ലിമിറ്റേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. We earnestly desire that we will be able to help many people who are having such serious ailments in their life, but because of many hardships we are finding it difficult to advance this at this point of time. ചെറിയ കൈത്തൊഴിലുകൾ ചെയ്തും കൃഷി ചെയ്തും കൊണ്ട് വരുമാനമുണ്ടാക്കിയും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു. Yes, I'm happy to say that the inmates there, some of them are able to do some small vocational trades, and some are engaged in small scale farming, and by this way we are able to sustain this movement. ഇതിന്റെ മധ്യയിലാണ് ഈ വിമാനാപകടത്തിൽ പെടുവാൻ ഇടയായി തീർന്നത്. It is exactly in the midst of activities that such disaster happened in my life. I'm talking about plane crash. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് 5 നിമിഷം മുന്നേ ഞാൻ ഗാഢനിദ്രയിലായിപ്പോയി. 5 minutes before the plane was scheduled to land, I fell asleep. ഭയങ്കര ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. Suddenly I heard a loud banging sound, and I woke up. 23 സീറ്റ് വരെയുള്ള ഭാഗം വേർപെട്ട ഒരു ഗുഹ പോലെ കാണുവാനിടയായി. What I saw was that up to seat number 23, that part of the plane got detached from the main body, and I could see something like a cave. കരച്ചിലും മരണവും എന്റെ മുന്നിൽ നടക്കുകയാണ്. What I saw right in front of my eyes was that people were wailing and mourning. They were crying out loud, and people were shouting with fear because they feared death. എന്നാൽ ദൈവം എന്നെ ഇതൊന്നും കാണുവാനോ കേൾക്കുവാനോ അനുവദിച്ചില്ല. But God, He did not really allow me to see these things. ശാന്തമായിരുന്ന ദൈവത്തിന് സ്തുതി പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ എന്നെ ദൈവം സഹായിച്ചു. God enabled me to be very calm and to praise Him during that particular time. അതിനുശേഷം ഞാൻ 3 പ്രാവശ്യം എന്റെ സീറ്റ് ബെൽറ്റ് ഊരിയെടുക്കാൻ കഠിന ശ്രമം ചെയ്തു. എനിക്ക് ഊരിയെടുക്കാൻ സാധിച്ചില്ല. I tried very hard to detach myself from the seat belt in which I was pinned. I tried very hard, but still I was unable to get myself free from that seat belt.
അപകടം സംഭവിച്ചാൽ ആദ്യമായിട്ട് എല്ലാവരും രക്ഷപ്പെടുവാനാണ് ശ്രമിക്കുക. പക്ഷേ എന്നെ ഇതിലൊന്നും ദൈവം കടത്തിവിടാതെ ശാന്തമായിരുന്നു സ്തുതി പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം സ്വയം രക്ഷപ്പെടുവാൻ തക്കണ ശ്രമിക്കുവാനാണ് സഹായിച്ചത്. Usually when such kind of an accident happens, the immediate thought that comes to your mind is to somehow try to flee from the scene. But because of the peace of God that I had in me, I was able to maintain a calm composure. അതിനുശേഷം ആരോ എന്നെ വിടുവിച്ചു. അടുത്തേക്ക് നയിച്ചു. Sometimes somebody was there and they freed me from that seat belt and that seat, and they guided me out of that ill-fated aircraft. വഴിയിലുള്ള ഒരു ആശുപത്രിയുടെ മുന്നിൽ കാറിൽ ഇറങ്ങുമ്പോഴാണ് എനിക്ക് ബോധം വന്നത്. തുടർന്ന് After that, again I regained my consciousness only when I was at the doorstep of a nearby hospital where they took me for treatment. വയറിനും നെഞ്ഞിനും മധ്യേ റിബ്സിന്റെ മുകളിലാണ് എനിക്ക് ഇടിപറ്റിയത്. ചെറിയ കൈകാലുകൾക്ക് ചെറിയ മുറിവുകളും. Well, what happened to me was that in between my abdomen and my chest area, I had some infirmities because of this problem, and there was bruises, and I had some minor injuries. 4 ദിവസത്തെ ആശുപത്രിയിലെ താമസത്തിന് ശേഷം ഭവനത്തിൽ വന്ന് 28 ദിവസത്തെ ക്വാറന്റൈനിലായിരിക്കുകയാണ്. I was admitted in that hospital for expert treatment for 4 days. After that, I was discharged. Then after that, I spent 28 days at my home in quarantine. എപ്പോഴും മരണം വന്നാലും ദൈവസന്നിധിയിൽ ആത്മാവെത്തുമെന്നുള്ള ഉറപ്പ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പ്രാപിച്ചതിനാൽ ഏത് പ്രതിസന്ധിയിലും സന്തോഷമായി അഭിമുഖീകരിച്ച് പ്രത്യാശയോടെ ജീവിച്ച് ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ് ജീവിച്ചു മുന്നേറുവാൻ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. Because of the hope that God has given me, that because I have accepted Jesus Christ and have repented my sins, so that I will surely inherit eternal life. Because of that knowledge, I am very happy with that, and I am able to share the gospel with whomsoever that comes into contact with me. ഞങ്ങൾക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അനുകൂല അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള നാളുകൾ കഴിഞ്ഞ ആളുകളെക്കാൾ ഉപരി കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. I strongly believe that whatever happened to us, that is for the furtherance of the gospel. So I am so happy and excited to continue to share the gospel to whomsoever I meet in the coming days. അപകട വിവരം അറിഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവരമെത്തുവാനും ഞങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകുവാനും ഇടയായി തീർന്നിരിക്കുകയാണ്. Because of this accident, or because of this plane crash, whomsoever they know us, they are still praying for us. Lakhs of people are continuing to pray for us. അതിന്റെ ഫലമായി വലിയത് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയുന്നു. Because of that, I am confident that I will be able to do greater exploits for my God. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. Thank you for everyone who has prayed for us. എന്റെ ഈ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുമെന്ന് അറിയുന്നതിൽ നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. Thank you for praying for us, and I would like to close this testimony.